അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളുടെ പഠനത്തിലും അതുപോലെ ജീവിതത്തിലുമൊക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു അല്ലേ, അള്ളാഹിൻ്റെ റസൂലിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അള്ളാഹിൻ്റെ റസൂലിനെ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് റസൂലാകണം നമ്മളുടെ റോൾ മോഡൽ എന്നതാണ്. അതിനെയാണ് ഇത്തിബാ ഉർ റസൂൽ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ അഹ്സാബിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ മാതൃകയുണ്ട്. ആർക്ക്? അള്ളാഹുവിനെയും പരലോകത്തെയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മൾ അള്ളാഹിനെയും പരലോകത്തൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. അങ്ങനെ ആഗ്രഹിച്ച് സ്വർഗം നേടണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് റോൾ മോഡലായിട്ട് ഇതാ റസൂലുണ്ട് എന്നുള്ള പറയാണ്. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിലൊക്കെ റോൾ മോഡൽസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ നമുക്കറിയാം, ഒരുപാട് റോൾ മോഡൽസ് ആയിട്ട് കുറേ ആളുകൾ സ്വീകരിക്കാറുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ്, പലതരം സെലിബ്രിറ്റീസ് ഉണ്ടാവും അല്ലേ. സ്പോർട്സ് രംഗത്തുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും, പലതരം കളിക്കാരുണ്ടാവും. ഇപ്പോൾ മെസ്സി ഉണ്ടാവും, റൊണാൾഡോ ഉണ്ടാവും, സലാഹ് ഉണ്ടാവും, നെയ്മർ ഉണ്ടാവും, അതുപോലെ യമാൽ ഉണ്ടാവും. ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരൊക്കെ ചിലപ്പോൾ റോൾ മോഡലാക്കും. അപ്പോൾ അവർ നടക്കുന്നത് പോലെ നടക്കാനും അവർ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ശ്രമിക്കും അല്ലേ. റോൾ മോഡൽസ് ആക്കിയിട്ടാണ്. അതുപോലെ വേറെ പല മേഖലയുണ്ട്. ഇപ്പോൾ കൊറിയൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റൈലുകൾ ഉണ്ടാവും, ഡ്രസ്സിങ്ങിലും മുടി വെട്ടുന്നതിലൊക്കെ. ശരിക്കും നമ്മൾ പരലോകത്തെ ആഗ്രഹിക്കുന്ന വിശ്വാസികളായ ആളുകളാണ് അല്ലേ. നമ്മളുടെ മാതൃക ആരാ? നമ്മളുടെ അടിസ്ഥാന മാതൃക അള്ളാഹിൻ്റെ റസൂലാകണം എന്നാണ്. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ മാതൃകയാക്കിയാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മാതൃകയാവുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ രംഗത്തും റസൂല് മാതൃക ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റാണ് അല്ലേ, നമ്മളൊരു സ്റ്റുഡൻ്റ് ആണല്ലേ. ഒരു സ്റ്റുഡൻ്റ് എങ്ങനെയാകണം? അള്ളാഹിൻ്റെ റസൂലിൽ മാതൃകയുണ്ട്. കാരണം റസൂൽ ഒരു സ്റ്റുഡൻ്റ് കൂടിയാണ്. ആരാ റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മലക്ക് ജിബ്രീൽ അല്ലേ. മലക്ക് ജിബ്രീൽ ഇങ്ങനെ വന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മലക്ക് ജിബ്രീലിൻ്റെ മുമ്പിൽ ഖുർആൻ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റുഡൻറ്റിനെ പോലെയാണ്. അപ്പോൾ റസൂൽ എന്താ ചെയ്യാം? റസൂൽ ഇങ്ങനെ മലക്ക് ജിബ്രീൽ ഓതിക്കൊടുക്കുന്നത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതിയിൽ അത് ഏറ്റു ചൊല്ലും എന്നാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ഇതിങ്ങനെ മറന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ആവർത്തിച്ച് റസൂൽ ചൊല്ലാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു റസൂലിനോട്, താങ്കൾ അങ്ങനെ ധൃതി പിടിച്ച് ആവർത്തിക്കണ്ട, താങ്കളത് മറന്നു പോകില്ല. കാരണം എന്താ? ഞാനത് താങ്കളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റസൂൽ ഒരു വിദ്യാർത്ഥി അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്, ഒന്നും വിട്ടുപോകരുത് എന്ന രീതിയിൽ അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ അള്ളാഹിൻ്റെ റസൂലിൽ വലിയ മാതൃക ഉണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ അള്ളാഹിൻ്റെ റസൂൽ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നമ്മളുടെ സ്വഭാവ ഗുണങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാകണം. റസൂൽ ഏറ്റവും മികച്ച മാതൃക അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിലാണ്, പെരുമാറ്റങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഖുർആൻ പറയുന്നത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും താങ്കൾ ഏറ്റവും മഹോന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ്. അതായത് അള്ളാഹു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അല്ലേ. സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച് ഒരു സ്ഥാപനത്തിലൊക്കെ പഠിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്ത് ചിലപ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ കുട്ടി ഇവിടെ പഠിച്ച കാലത്തൊക്കെ നല്ല സ്വഭാവം ഉണ്ടായിരുന്നു, അധ്യാപകരോടൊക്കെ നല്ലപോലെ പെരുമാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല സ്വഭാവം. വേറൊരു സ്ഥാപനത്തിൽ ചേരണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കൊടുക്കേണ്ടി വരും. ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്താ? ഏറ്റവും നല്ല സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ആ റസൂലിൻ്റെ ജീവിതത്തിലൂടെ അങ്ങനെ പോയാൽ മതി, ഒരുപാട് നല്ല സ്വഭാവം കാണാം. അപ്പോൾ റസൂലിൻ്റെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവർക്കൊക്കെ റസൂലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ? എല്ലാവരോടും റസൂൽ ഭയങ്കര സ്നേഹത്തിൽ, ഭയങ്കര പരിഗണനയിലൊക്കെയാണ് പെരുമാറുന്നത്. ആരും അവഗണിക്കൂല, അങ്ങനെ കളിയാക്കൂല, മോശമായിട്ട് സംസാരിക്കൂല. കാരണം ഒരു നല്ല മാതൃക,
സ്വഭാവ ഗുണങ്ങളിൽ നല്ല മാതൃക. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലിൻ്റെ കൂടെ ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ റസൂലിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റസൂലിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും എന്നോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. റസൂല് ദേഷ്യപ്പെട്ടിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തതാടാ, എന്തിനാ ഇങ്ങനെ ചെയ്തതാടാ, നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കയർത്ത് സംസാരിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അത്രയും സുന്ദരമായ സ്വഭാവവും പെരുമാറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടാവുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈഗോ ഹർട്ടാവും. അപ്പോൾ ആരെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്താൽ തിരിച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒരർത്ഥത്തിൽ എന്തെങ്കിലും വിളിച്ചാൽ തിരിച്ച് അങ്ങോട്ട് 4 എണ്ണം വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പറയും, അന്നെ അങ്ങനെയൊക്കെ കളിയാക്കിയിട്ട് നീ ഒന്നും പറയാതെ പോവാടാ, നിന്നെ അങ്ങനെ തല്ലിയിട്ട് നീ തിരിച്ചൊന്നും തല്ലാതിരിക്കടാ, തിരിച്ചു കൊടുക്കണം, അങ്ങനെ പറഞ്ഞ് നമ്മളെ പിരികേറ്റൂല്ലേ. അങ്ങനെയൊക്കെ ചുറ്റുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും. ആരെങ്കിലും ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ നമ്മളെ ദേഹത്ത് തട്ടിയതായിരിക്കും, ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. ഇനി അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വഭാവം, നല്ല ഗുണമാണ്, അതൊരു മോശമല്ല. ചില ആളുകൾ പറയും, ഇത്രയും വലിപ്പമുണ്ടല്ലോ എനിക്ക് ഓനക്കായും പവറും ശക്തിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഓനെ 4 കൊടുത്തുകൂടായിരുന്നൊക്കെ ചോദിക്കും അല്ലേ. അങ്ങനെ കൊടുക്കുന്ന സംഭവമൊക്കെ നമ്മുടെ ചുറ്റും കാണും. ഇപ്പോൾ നമ്മൾ താമരശ്ശേരി കണ്ടില്ലേ, താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചു. എങ്ങനെ മരിച്ചത്? സഹപാഠികൾ തല്ലിയതാണ്. എന്തോ പ്രശ്നം ഉണ്ടായിട്ട് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പ്ലാനൊക്കെ ഉണ്ടാക്കി മെസ്സേജൊക്കെ ചെയ്ത് ചെന്ന് അവനെ തല്ലി. ആ തല്ലിൻ്റെ ആഘാതത്തിൽ ആ കുട്ടി മരിച്ചുപോയി. ഇത് നമ്മളെ റോൾ മോഡൽ ആരാ? നമ്മളുടെ റോൾ മോഡൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ ആവേണ്ടത്. റസൂലിൻ്റെ മാതൃക എന്താ? മക്ക വിജയം അല്ലേ. മക്ക വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ആ മക്കയിൽ നിന്ന് റസൂല് പോവേണ്ടി വന്നിട്ടുണ്ട്, ആ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് റസൂല് വീണ്ടും ആ മക്ക വിജയിച്ച് വന്നിക്കാണ്. അങ്ങനെ വിജയിച്ച് വന്നപ്പോൾ ചുറ്റിലും മറ്റുള്ളവരൊക്കെ ഹാജരായി. അവരാരാ? റസൂലിനെ കളിയാക്കിയവർ, റസൂലിനെ ദ്രോഹിച്ചവർ, റസൂലിൻ്റെ തലയിൽ കുടൽമാലിട്ടവർ, റസൂലിനെ പട്ടിണിക്കിട്ടവർ, റസൂലിൻ്റെ സഹപ്രവർത്തകരെ പീഡിപ്പിച്ചവർ, പലരെയും കൊന്നുകളഞ്ഞവർ ഒക്കെ ഉണ്ട് മുന്നിൽ. റസൂലിന് വേണമെങ്കിൽ ഓർക്കതിലൊക്കെ പ്രതികാരം സ്വീകരിക്കുക. കാരണം എന്താ? ആരും ഒരു കുറ്റം പറയില്ല. കാരണം ആ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ കുറ്റവാളികളാണ്. അവരെ ശിക്ഷിക്കാനുള്ള എല്ലാ പവറും റസൂലിനുണ്ടായിരുന്നു. പക്ഷെ റസൂൽ എന്താ കാട്ടിയത്? റസൂൽ അവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് എനിക്കൊന്നും യാതൊരു ദേഷ്യവുമില്ല, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്, നിങ്ങളോടൊക്കെ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഇതാണ് നമുക്ക് മാതൃക. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ അതൊരു അറിവില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോഴേക്ക് നമ്മൾ പോയി തിരിച്ചടിക്കുക, അവരോട് ദേഷ്യപ്പെടുക, അവരോട് മോശമായി പെരുമാറുക, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകരുത്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള വലിയൊരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. അത് റസൂലിൻ്റെ വലിയൊരു മാതൃകയാണ്. നമ്മളുടെ ജീവിതത്തിൽ റോൾ മോഡൽ റസൂലാണെന്ന് പറയുമ്പോൾ നമുക്കത് മാതൃകയാക്കാൻ കഴിയണം. നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ നമ്മൾ റസൂലായിരിക്കണം നമുക്ക് മാതൃക. ഇപ്പോൾ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ഇങ്ങനെ താഴേക്ക് നിലത്തേക്കിട്ട് വലിച്ചിഴക്ക് നടക്കരുത്. ചില നമ്മളുടെ പുതിയ മോഡലുകളൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴത്തെ പുതിയ മോഡലുകളൊക്കെ കാണാമല്ലോ അല്ലേ. വലിയ പാൻറ് ഇട്ടുക, എന്നിട്ട് നിലത്ത് കൂടെ ഇങ്ങനെ അതൊരു സ്റ്റൈലായിട്ട് കൊണ്ടുനടക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. കാരണം എന്താ? എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കരുത്. റസൂലാണ് എൻ്റെ റോൾ മോഡൽ. ഏതെങ്കിലും ആളുകളൊക്കെ ചെയ്യുന്നത്, ഏതെങ്കിലും ഗായകരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസോ അവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അത് ചെയ്യുമ്പോഴാണ് നമ്മളും അപ്ഡേറ്റ് ആവുക, നമ്മൾക്കും ആ വൈബ് ഉണ്ടാവുക എന്ന രീതിയിലല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാൻ്റെ റസൂലാണ് നമുക്ക് റോൾ മോഡൽ ആവേണ്ടത്. റസൂലിൻ്റെ രീതി എന്താണ്? അങ്ങനെ നിലത്ത് കൂടെ വലിച്ചിഴക്കുന്ന ഡ്രസ്സ് ധരിക്കരുത് എന്നാണ്. അതുപോലെ പിന്നെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ മാത്രം വെട്ടിയിട്ട് 2 സൈഡ് മാത്രം വെട്ടിയിട്ട് നിർത്തുന്ന സ്റ്റൈലൊക്കെ, അതൊക്കെ പല രീതിയിലുള്ള സ്വാധീനങ്ങളാണ്. പക്ഷെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുടി വെട്ടരുത്, ചില ഭാഗത്ത് മാത്രം മുടി എടുക്കുക. മുടി വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, മുടി വളർത്തുകയൊക്കെ ചെയ്യുക. പക്ഷേ അത് വെട്ടുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെ മാത്രം വെട്ടുന്ന രീതിയിൽ വെട്ടരുത് എന്നൊക്കെ പ്രത്യേകം. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ മാന്യമായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം. ഇതൊക്കെ അള്ളാൻ്റെ റസൂല് നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലാണ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറുള്ള ആളുകളല്ല നമ്മളെ സ്വാധീനിക്കേണ്ടത്. നമ്മളുടെ നടത്തത്തിൻ്റെ സ്റ്റൈലിലും നമ്മളുടെ അത്തരം ഡ്രസ്സിങ് സ്റ്റൈലും നമ്മളുടെ അപ്പിയറൻസിലും ഒക്കെ നമ്മളുടേതായ ഒരു മോഡൽ നമുക്കുണ്ടാവണം. ആ മോഡലിൽ നമ്മൾ പാലിക്കേണ്ടത് അള്ളാൻ്റെ റസൂലിനെയാണ്, ആളുകളോട് പെരുമാറുന്ന വിഷയത്തിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിനയമുള്ള ആളായിരുന്നു അല്ലേ.
റസൂൽ വലിയ ആളാണ്, അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്ന ആളാണ്, അതുപോലെ തന്നെ അവിടുത്തെ നേതാവാണ്, അവിടുത്തെ എല്ലാ അർത്ഥത്തിലുള്ള പവറുള്ള ആളാണ്. പക്ഷെ റസൂല് ആളുകളോടൊക്കെ വളരെ മാന്യമായിട്ട് വിനയത്തോടെ പെരുമാറി. ഏത് സാധാരണക്കാരനായ ഒരാൾ വന്നാലും റസൂല് പരിഗണിക്കും, റസൂൽ അവരോട് ചെന്ന് സംസാരിക്കും. ഇപ്പോൾ റസൂൽ ഒരിക്കലും ഇങ്ങനെ സഹാബിമാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ കുറച്ചൊരു മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീയാണ്. അവർ വന്നിട്ട് ഇങ്ങനെ റസൂലിനോട്, റസൂലെ എനിക്ക് അങ്ങയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു നേതാവ് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്താ പറഞ്ഞാൽ വളണ്ടിയേഴ്സ് എന്നിട്ട് ഓരോ മാറ്റൂല, അല്ലെങ്കിൽ ഇയാൾ അതിനെ ശ്രദ്ധിക്കൂല, അതിനെ അവഗണിക്കും, പിടിച്ചു മാറ്റാനൊക്കെ പറയും. പക്ഷെ അള്ളാൻ്റെ റസൂൽ അങ്ങനെയല്ല. റസൂല് അവരുടെ അടുത്ത് ചെന്നു, അവരോട് സംസാരിച്ചു. അപ്പോൾ ഇത് റസൂലിൻ്റെ ഒരു വിനയാണ്. ഇപ്പോൾ റസൂല് അനുയായികളോടൊപ്പം ഇങ്ങനെ, റസൂല് നേതാവാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന് പറയും. എൻ്റെ അർത്ഥം എന്താ? ഒരു സമൂഹത്തിൻ്റെ നേതാവ്, ലീഡർ എന്താവണം? അവരിലെ സേവകൻ കൂടി ആവണം എന്നാണ്. ലീഡർ ഇങ്ങനെ എല്ലാം കൽപ്പിച്ച് അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് നിൽക്കുക മാത്രമല്ല, അവരോടൊപ്പം അത് ചെയ്യാൻ ഇദ്ദേഹവും കൂടെ ഉണ്ടാവണം എന്നാണ്. റസൂൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സഹാബത്തും ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം. ആ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ പണികളുണ്ട് അല്ലേ? വിറക് കൊണ്ടുവരണം, അടുപ്പ് കൂട്ടണം, വെള്ളം തിളപ്പിക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുത്തു. നിങ്ങൾ വിറക് കൊണ്ടുവരി, നിങ്ങൾ അടുപ്പ് സെറ്റ് ചെയ്യും, ഇവർ ആഹാരത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കി. അങ്ങനെ ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുത്തിട്ട് റസൂലും ഒരു പണി ഏറ്റെടുക്കുകയാണ്, റസൂലും ചെയ്യുകയാണ്. കാരണം എന്താ? അങ്ങനെ ആവണം. അതൊരു വിനയമാണ്. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കണം. അവിടെയാണ് അള്ളാൻ്റെ റസൂൽ നമ്മൾ മാതൃകയാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ നമ്മളുടെ ആരാധനാ കാര്യങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ എങ്ങനെ ഓതേണ്ടത്? റസൂൽ നമുക്ക് മാതൃകയാണ് അല്ലേ? ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട് എന്നാണ്. ഖുർആൻ ഓതു മാത്രമല്ല, ഖുർആൻ കേൾക്കുന്നതും റസൂലിൻ്റെ രീതിയാണ്. റസൂൽ ഇങ്ങനെ ഇടയ്ക്ക് ഖുർആനൊക്കെ കേൾക്കും. ഖുർആനൊക്കെ കേട്ടിട്ട് അതിൻ്റെ ആശയത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതാണ്. അതിൻ്റെ ആശയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് റസൂൽ ഇടയ്ക്ക് കരഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ ഇതുപോലെ ഖുർആനോടുള്ള നമ്മളുടെ ബന്ധം, അതിൽ റസൂൽ നമുക്ക് എന്താവണം? ഒരു മാതൃകയാകണം. അപ്പോൾ റസൂൽ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലയിൽ നമ്മൾ പിന്തുടരേണ്ട ഒരു വ്യക്തിയാണ് അള്ളാൻ്റെ റസൂൽ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു മാതൃക ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുക. ആ ഒരു രീതികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.